നമ്മൾ കഴിഞ്ഞ ദിവസം AMT ഗിയർ ബോക്സിൻ്റെ നല്ല വശങ്ങളും മോശ വശങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും 2 AMTയുടെ വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം, ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു 7 സീറ്റ് വാഹനം, 2016 മോഡൽ നിൽക്കുന്ന മാരുതി സുസുക്കി വാഗണർ VXA എന്ന വേരിയൽ സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം, KL05 കോട്ടയം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം, AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണിത്. 1 ലിറ്റർ എഞ്ചിനിൽ വരുന്ന വാഹനമായതുകൊണ്ട് നമുക്കൊരു 15, 16, 17 വരെ പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന താരതമ്യേന മെയിൻ്റനൻസ് കാര്യങ്ങൾ എല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. VXA എന്ന് വേണ്ടി അതുകൊണ്ട് ഫോഗ്ലാംസ് വരുന്നു, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അതേപോലെ തന്നെ ബാക്ക് സ്പോയിലർ തുടങ്ങിയുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ വെറും 3,95,000 രൂപക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. 4 ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 90% എബോ ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. ഇനി ഒരു 7 സീറ്റർ ഓട്ടോമാറ്റിക് വാഹനം കിടക്കുന്നത് ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, 2017 മോഡലിൽ നിൽക്കുന്ന T8 എന്ന വേരിയന്റിൽ നിൽക്കുന്ന AMT ഡീസൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ എന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 33,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള KL11 കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന വാഹനം. T8 എന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫോഗ്ലാംസ് വരുന്നു, അലോയ് വീൽസ് വരുന്നു, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നു, എയർ ബാഗ് വരുന്നു, ABS വരുന്നു, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം വരുന്നു, ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു ആവറേജ് 4 ടയർ ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്ന ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനം. എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇന്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗും ABSും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആ 33,000 കിലോമീറ്ററുടെ വാഹനമായതോടെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല സീറ്റ് കവർ അതിനകത്ത് കമ്പനി കവറാണ്, അത് വേണമെങ്കിൽ അഡീഷണലി ഒരു കവർ ഇടാന്ന് മാത്രം ചെറിയൊരു പോരായ്മയെങ്കിലുള്ളൂ. മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം കമ്പനി T8 എന്ന വേരിയന്റിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,15,000 രൂപക്ക്. ഡീസൽ എഞ്ചിനിൽ നമുക്ക് 7 സീറ്റ് വാഹനം ആയതുകൊണ്ട് 13, 14, 15 വരെ നമുക്ക് ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. 6,15 ഓൾമോസ്റ്റ് നമുക്ക് 5,75 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ 2 ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ നിന്ന് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. AMT ഗിയർ ബോക്സിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും, പെർഫോമൻസ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ മൈലേജ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കുറേ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളുള്ള ലാഗിങ് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലുള്ള ഗിയർ ബോക്സാണ് AMT ഗിയർ ബോക്സ്. അപ്പോൾ അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 വാഹനങ്ങളാണ് പരിചയപ്പെടുത്തിയത്. പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന 7 സീറ്റ് വാഹനം. താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ ബുക്കിങ്ങിന് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക.